ഈയിടെ നമ്മൾ വിഷുവും ഈസ്റ്ററും ആഘോഷിച്ചു. ഇവിടെ ജർമ്മനിയിൽ ഈ സമയത്ത് സ്പ്രിംഗ് സീസണാണ്. സമൃദ്ധിയും ഐശ്വര്യവും ഈശ്വര അനുഗ്രഹവും ആശംസിച്ചുകൊണ്ട് വിഷു ആഘോഷിക്കുമ്പോൾ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെപ്പറ്റി ഓർപ്പിക്കുന്ന ആഘോഷം കൂടിയാണ് വിഷു. തുല്യത എന്നാണ് വിഷുവിൻ്റെ സംസ്കൃതത്തിലുള്ള അർത്ഥം. പകലിൻ്റെയും രാത്രിയുടെയും ദൈർഘ്യം ഒരേപോലെയാകുന്ന ദിവസമാണ് വിഷു. വിഷു ആഘോഷങ്ങളെപ്പറ്റി പറയുമ്പോൾ ഏറ്റവും ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് കണിക്കൊന്ന പൂക്കളെ പറ്റിയായിരിക്കും. സമൃദ്ധിയുടെ പര്യായമായ ഈ പൂവിൻ്റെ പേര് ഇന്ത്യൻ ഗോൾഡൻ ഷവർ എന്നാണ്. അതായത് സ്വർണം കൊണ്ടുള്ള മഴ. വസന്തകാലത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ സമയത്ത് കുരിശിൽ തറയ്ക്കപ്പെട്ട യേശുവിൻ്റെ 3-ാം ദിവസമുള്ള വിജയകരമായ ഉയർത്തെഴുന്നേൽപ്പാണ് ഈസ്റ്റർ ദിനം നമ്മൾ ആഘോഷിക്കുന്നത്. എല്ലാ വർഷവും സ്പ്രിംഗ് സീസൺ ആരംഭിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ പൂർണ്ണചന്ദ്രൻ ഉദിക്കുന്ന ഞായറാഴ്ചയാണ് ഈസ്റ്ററായി ആഘോഷിക്കുന്നത്. സ്പ്രിംഗ് സീസൺ ആയതുകൊണ്ട് തന്നെ ഈ ഒരു സീസണിൽ വളരെയധികം മഞ്ഞപ്പൂക്കൾ നമുക്ക് കാണാം. ഈസ്റ്ററിൻ്റെ കളറ് തന്നെ മഞ്ഞ കളറാണെന്ന് പറയാം. ഉദാഹരണത്തിന് പുനർജനനത്തെ, പുതിയ ജീവിതത്തെ സൂചിപ്പിക്കുന്ന ഡഫോഡിൽസ്, എല്ലാവർക്കും പരിചയമുള്ള ഡാൻഡലിയോൺ, ഈസ്റ്റർ സമയത്ത് മാത്രം പൂവുണ്ടാകുന്ന ഫോർസിത്തിയ, കൊന്നപ്പൂവിൻ്റെ ഫാമിലിയിൽപ്പെട്ട ഗോൾഡൻ ഷവർ. നമ്മുടെ കണിക്കൊന്നയുടെ പേര് ഇന്ത്യൻ ഗോൾഡൻ ഷവർ എന്നാണ്. അത് ചില മരുന്നുകൾക്കായി ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഇവിടുത്തെ ഗോൾഡൻ ഷവർ പൂവിൻ്റെ ഒരു പ്രത്യേകത, അത് നല്ല വിഷമുള്ളതാണ്. പൂവും ഇലയും പയറും എല്ലാം വളരെയധികം വിഷമുള്ളതാണ്. ഇത് ഒരു അലങ്കാര മരമായിട്ടാണ് പലപ്പോഴും പാർക്കുകളിലും മറ്റും കാണുന്നത്. ഇതേ ഫാമിലിയിൽപ്പെട്ട നീല നിറത്തിലുള്ള ചെടിയെ പറയുന്നത് വിസ്തേറിയ എന്നാണ്. വളരെ പോപ്പുലറായ ഈ ചെടിയുടെ ഇലകളും പൂക്കളും പയറും എല്ലാം വിഷമുള്ളതാണെങ്കിലും ഒരു അലങ്കാര ചെടിയായി ഇത് വളർത്തുന്നു. ഈസ്റ്റർ സീസണിലുള്ള മിക്കവാറും അലങ്കാരങ്ങൾ മഞ്ഞ കളറിലുള്ളതാണ്. വിവിധ വർണ്ണങ്ങളിൽ പെയിൻ്റ് അടിച്ച ഈസ്റ്റർ മുട്ടകളും മുയലിനെയും ചോക്ലേറ്റുമെല്ലാം അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നത് ജർമ്മനിയിലെ പരമ്പരാഗതമായ ഈസ്റ്റർ ആഘോഷങ്ങളുടെ ഭാഗമാണ്. ഈസ്റ്റർ ബണ്ണിയാണ് മുട്ടകൾ കൊണ്ടുവരുന്നതെന്ന് കുഞ്ഞുകുട്ടികൾ വിശ്വസിക്കുന്നു. അതുപോലെ മുയൽ വസന്തകാലത്ത് ഫെർട്ടിലിറ്റിയുടെയും പ്രതീകമായി കരുതുന്നു. മുട്ടയും കോഴിക്കുഞ്ഞുങ്ങളുമെല്ലാം പുതിയ ജീവൻ്റെ പ്രതീകമാണ്. ഈ ഒരു സീസണിൽ മിക്കവാറും ഡെക്കറേഷൻ മുയലും മുട്ടയും കോഴിക്കുഞ്ഞുങ്ങളും ചേർത്തിട്ടുള്ളതായിരിക്കും. ഈസ്റ്റർ രാത്രിയിലെ പാതിരാ കുർബാനയും അതിനുശേഷം എല്ലാവരും ഒരുമിച്ചുള്ള തീ കായലും മുട്ട, ബ്രെഡ്, വൈൻ ഇതെല്ലാം കഴിച്ചുള്ള ഈസ്റ്റർ ആഘോഷവും ഇവിടെ പതിവാണ്. താങ്ക് യു.